എറണാകുളം പാലാരിവട്ടത്ത് ചായക്കടയിൽ കൂട്ടയടി. ചായ കുടിക്കാൻ എത്തിയവരും ഉടമകളും ജീവനക്കാരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. രണ്ടുപേർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. റാഫി, ഈ ഓണത്തല്ലാണോ അവിടെ ചായക്കടയിൽ ഉണ്ടായത്? എന്താ സംഭവിച്ചത്? ഗോപികൃഷ്ണൻ പറയുന്നതനുസരിച്ച് മദ്യലഹരിയിൽ സംഭവിച്ചൊരു ഓണത്തല്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചായ കുടിക്കാൻ എത്തിയ ആളുകളും ചായക്കടയുടെ ഉടമസ്ഥരും ജീവനക്കാരുമാണ് ഈ സംഘർഷത്തിൽ പങ്കെടുത്തതെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ രാവിലെ ചായ കുടിക്കാൻ എത്തിയ തമിഴ് സ്വദേശികളായ ആളുകൾ അവർ തമ്മിലുണ്ടായ സംഘർഷം പിന്നീട് ചായക്കട ഉടമകളും ജീവനക്കാരും തമ്മിലായി മാറുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത്. ഈ സംഘർഷത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ചായക്കടയുടെ ചില്ലുകളെല്ലാം ഈ സംഘർഷത്തിൽ ഇവിടെ എത്തിയ ആളുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. നിലവിൽ ഇവിടെ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് രാവിലെ സംഭവിച്ചത്? ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ഞാനവിടെ പാർവതി ജ്വല്ലറി വന്നതാണ്. അപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ നല്ല തിരക്കാണ്. ഇവിടെ മണ്ണെടുക്കാനായിട്ട് ഒരു നിസാനിലെ കുറച്ച് പെണ്ണുങ്ങളും ഒരു 2-3 ആണുങ്ങളും വന്ന് ഇവിടെ ചായ കുടിക്കാനായിട്ട് അതിലൊരു പയ്യൻ ഇവിടെ വന്ന് ചായ കുടിച്ചിട്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിലുണ്ടായൊരു സ്ത്രീ, ഒരു തടിച്ച സ്ത്രീ, ആരാണെന്ന് അറിയില്ല, അവരുടെ മോളുടെ കുട്ടിയാണെന്ന് പറയണ ഇവൻ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ. അതായത് നിൻ്റെ കയ്യിലുണ്ടായ കൈച്ചേൻ എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ കൈച്ചേൻ ഞാൻ ഒരാൾക്ക് ഒരു സുഹൃത്തിന് പണയം വെക്കാൻ കൊടുത്തു. അത് ഏത് സുഹൃത്താണെന്ന് ചോദിച്ചു. അത് എൻ്റെ ഒരു സുഹൃത്താണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ അവനൊന്ന് ഫോൺ വിളിക്കും, നീ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആണ്, നീ അവനൊന്ന് ഫോൺ വിളിക്കാൻ പറഞ്ഞു. കടി തിന്നിട്ടിരിക്കുന്നു. ആ കടി എടുത്ത് റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇവിടെ അടുത്ത് എറണാകുളത്ത് പാലാരിവട്ടത്ത് ഒരു ചായക്കടയിലുണ്ടായ സംഘർഷം, വാക്കേറ്റവും സംഘർഷവും ഒക്കെ അതിന്റെ വിവരങ്ങളായിരുന്നു റാഫി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.